ഗ്രാഫ്റ്റഡ് അഡീനിയം പ്ലാന്റ്സുകൾ 199 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടെ വാങ്ങാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രാഫ്റ്റഡ് അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇവ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോഴാണ് ഒരു പ്ലാന്റ്സ് നിങ്ങൾക്ക് 199 രൂപയ്ക്ക് ലഭിക്കുന്നത്. അതും കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ കോംബോ നിങ്ങൾക്ക് ലഭിക്കുന്നത്. 10 പ്ലാന്റ്സുകൾ, അതുപോലെ 5 പ്ലാന്റ്സുകൾ, 3 പ്ലാന്റ്സുകൾ, ഇങ്ങനെയാണ് കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ പ്ലാന്റ്സാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. അത് എക്സ്ട്രാ കൊറിയർ ചാർജ് വേണമെന്ന് മാത്രം. ഓരോ പ്ലാന്റ്സും സൈസും അതുപോലെ തന്നെ അവയുടെ കോംബോ പ്രൈസൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണൂ. ആദ്യമായി അഡീനിയം പ്ലാന്റ്സിൻ്റെ പരിചരണ രീതി ഒന്ന് ശ്രദ്ധിക്കാം. പോട്ടി മിക്സ് ആണ് നമ്മൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനു മുമ്പായിട്ട് ഇവയുടെ പോട്ട് നല്ല ഡ്രൈനേജ് ഹോളുള്ള പോട്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. ഹോള് അടഞ്ഞു പോവാതിരിക്കാനായി പോട്ടിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഓട് കഷ്ണങ്ങൾ, അതുപോലെ തന്നെ കല്ല്, ചിരൽക്കല്ല് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹോൾ അടഞ്ഞു പോയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് മാക്സിമം ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബയോപീറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ്. ബയോപീറ്റ് എന്ന് പറയുന്നത് ചകിരിച്ചോറ് വാഷ് ചെയ്തിട്ട് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് വരുന്നതാണ്. അത് നമുക്ക് നഴ്സറികളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ അവയുടെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബയോപീറ്റ്, കൊക്കോപീറ്റ് വാഷ് ചെയ്തെടുത്താലും മതിയാകും. ഈ കൊക്കോപീറ്റും അല്പം പെർലൈറ്റും ചേർത്തൊരു മിക്സ് ആണെങ്കിൽ നമുക്ക് യാതൊരു ഫംഗൽ ബാധ ഉണ്ടാവുകയില്ല. വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നവും ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതല്ല നിങ്ങൾ മണ്ണിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ മണ്ണ്, ചകിരിച്ചോറില്ലെങ്കിൽ അല്പം മണ്ണിൽ, അതുപോലെ തന്നെ കരിയില പൊടിച്ചത്, ലീഫ് മോൾഡ്, ഇവ ചേർത്തിട്ടുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കുക. നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ അല്പം ചേർക്കാവുന്നതാണ്. ഈ അഡീനിയം പ്ലാന്റ്സിന് ഒരുപാട് അടിവളത്തിൻ്റെ ആവശ്യമില്ല. നമ്മളതിൻ്റെ ഗ്രോത്തിനനുസരിച്ച് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി റീപോർട്ട് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും നമ്മളതിന് ഫംഗിസൈഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫംഗിസൈഡായിട്ട് നിങ്ങൾക്ക് ബാവസ്റ്റിൻ, സാഫ്, റെഡോമിനി ഗോൾഡ് ഇവയെല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെയും അതുപോലെ ഫംഗിസൈഡിൻ്റെയും ഒക്കെ ലിങ്ക് ഞാനിതിൽ ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്തോളൂ. പ്ലാന്റ്സ് നിങ്ങൾ ഓൺലൈനായി പർച്ചേസ് ചെയ്ത് അവ ഇതുപോലെയൊക്കെ റീപോർട്ട് ചെയ്ത് കുറച്ചൊന്ന് ഹെൽത്തി ആയ ശേഷം, പുതിയൊരു ലീഫൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം നന്നായിട്ട് ഗ്രോത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, പ്ലാന്റ്സിന് നല്ല ഗ്രോത്ത് ലഭിക്കുന്നതിനായിട്ട് 30-10-10 എന്ന ഫെർട്ടിലൈസർ വാങ്ങി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് അഡീനിയം പ്ലാന്റ്സിന് മാത്രമല്ല ബാക്കി പ്ലാന്റ്സുകൾക്കും സ്പ്രേ ചെയ്യാവുന്നതാണ്. 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ഗ്രാം അളവിൽ കൊടുത്താൽ മതിയാകും. മാസത്തിൽ 1-2 തവണ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതിനും പൂക്കൾക്ക് നല്ല വലുപ്പവും ഭംഗിയൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് 13-27-27 എന്ന ഫെർട്ടിലൈസർ മാസത്തിൽ 1-2 തവണ സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഓരോ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോഴും ഒരാഴ്ച ഗ്യാപ്പിൽ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 1-ാം തീയതിയാണ് ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്തത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് നാനോ DAPയുടെ ലിക്വിഡ് ഫോമിലുള്ളതാണ് നാനോ DAP എന്ന് പറയുന്നത്. അതും നമുക്ക് വളക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അവയും നമുക്ക് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അഡീനിയം പ്ലാന്റ്സുകൾക്ക് അടിവളം കൊടുക്കുന്നതിലുപരി ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഓരോന്നിൻ്റെയും പേരുകൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ പരിപാലിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാവുകയും നല്ല അടിപൊളിയായിട്ട് എല്ലാ സമയത്തും ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സുകൾ വളർന്നു നിൽക്കുകയും ചെയ്യുന്നതാണ്. ചകിരിച്ചോറ് കൂടുതലായിട്ടുള്ളൊരു പോട്ടി മിക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും നനവിൻ്റെ ആവശ്യം വരില്ല. ഈ സൈസിലുള്ള 10 പ്ലാന്റ്സുകൾക്ക് 1999 രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോടുകൂടി കേരളത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. 5 പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ 1099 രൂപയ്ക്കാണ് അയച്ചു തരുന്നത്. DTDC കൊറിയർ വഴിയാണ് നമ്മൾ കൂടുതലും അയക്കുന്നത്. ഇനി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണെങ്കിൽ കസ്റ്റമറിൻ്റെ താല്പര്യപ്രകാരം അങ്ങനെ അയക്കാറുണ്ട്. DTDC വഴി അയക്കുമ്പോഴാണ് ഈ ഒരു ചാർജ് വരുന്നത് കേട്ടോ. ഇനി 3 പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ 699 രൂപയ്ക്കാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്.
ഒന്നോ രണ്ടോ പ്ലാൻസ് മാത്രമായിട്ടാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ലഭിക്കും. 230 രൂപയും കൊറിയർ ചാർജുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണോ വേണ്ടത്, കോംബോ ആയിട്ടുള്ളത് 10 പ്ലാൻസ് ആണോ, 5 പ്ലാൻസ് ആണോ, 3 പ്ലാൻസുകളുടെ ആണോ, ഏതാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്തോളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.